ഇരുട്ടത്ത് പമ്മിയിരിക്കുന്ന ഇല്ലാത്ത പൂച്ചയെ പിടിച്ച് ചാക്കിലാക്കാവുന്ന വ്യാമോഹത്തിലാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI ഇപ്പോഴ്. അവർക്ക് നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കിട്ടിയേ പറ്റൂ. അതല്ലാതെ ഒരു ഒത്തുതീർപ്പിനും വഴങ്ങാൻ CPI തയ്യാറല്ല. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ പരാജയത്തിൻ്റെ ഏക പ്രധാനപ്പെട്ട കാരണക്കാരനെന്ന് നമ്മുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനൊഴികെ മറ്റേതാണ്ട് എല്ലാവരും കരുതുന്ന CPMൻ്റെ സംസ്ഥാന സമിതി മുതൽ ഏതാണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ കമ്മിറ്റി വരെ ഉള്ള എല്ലാവരും വിശ്വസിക്കുന്ന പിണറായി വിജയന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാമെങ്കിൽ ആ പരാജയത്തിൽ അല്പസ്വല്പം പങ്കുള്ള ഞങ്ങളുടെ ഒരു പ്രതിനിധിക്ക്, ഒരു നേതാവിന് പ്രതിപക്ഷത്തിൻ്റെ ഉപനേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്നതിന് എന്താണ് തകരാറ്? അത് മാത്രമല്ല, പിണറായി വിജയനെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് പോളിറ്റ് ബ്യൂറോയിൽ പോലും ഒരു ഏകാഭിപ്രായം ഉണ്ടായിരുന്നില്ല. വോട്ടിനിട്ടാണ് അവിടെ തീരുമാനിച്ചത്. വെറും 35 സീറ്റുള്ള പ്രതിപക്ഷ നിരയുടെ നേതാവായിട്ട് പിണറായി വിജയനെ CPM പോലൊരു പാർട്ടിയുടെ ഏറ്റവും വലിയ ഉപരി കമ്മിറ്റിയായ പോളിറ്റ് ബ്യൂറോ വോട്ടിനിട്ട് തീരുമാനിച്ചു. ഇതാണ് ചരിത്രം. ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ടൊന്നുമില്ല. CPIക്ക് ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിൻ്റെ രണ്ടാമത്തെ നേതാവായി ഉപനേതാവായി ഇരിക്കാൻ ഞങ്ങളുടെ ഒരാളെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണെന്നീ. അവിടെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെയോ സെക്രട്ടേറിയറ്റിൻ്റെയോ എക്സിക്യൂട്ടീവിൻ്റെയോ ഒന്നും വോട്ടെടുപ്പ് ആവശ്യമില്ല. ഞങ്ങളുടെ ഒരാളെ റെഡിയാക്കി അങ്ങനെ നിർത്തിയിരിക്കുക. നമ്മുടെ K. രാജൻ, മുൻ റവന്യൂ മന്ത്രി, ഒരു തീരുമാനമുണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ഞൊടിച്ചാൽ മതി, അദ്ദേഹം നിയമസഭയിൽ പ്രതിപക്ഷ നിരയിലെ 1-ാം ബെഞ്ചിലെ 3-ാം സ്ഥാനത്ത് ഇരിക്കും. അതിന് റെഡിയാ. ഈ 3-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ സംശയിക്കണ്ട. നമ്മുടെ ചട്ടമനുസരിച്ച് 1-ാമതിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കറാണ്. 2-ാമതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ, അതായത് ഇപ്പോൾ പിണറായി വിജയൻ്റെ സ്ഥാനം. 3-ാമതാണ് ഇനി CPIക്ക് അനുവദിച്ചു കൊടുക്കണമെന്ന് അവരാവശ്യപ്പെടുന്ന ഉപനേതാവിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഇരിപ്പിടം. CPI ചുമ്മാതെ പറഞ്ഞിരിക്കുകയൊന്നുമല്ല, കത്തെഴുതി കൊടുത്തിരിക്കുക CPMൻ്റെ നേതൃത്വത്തിന്. ഞങ്ങൾക്ക് ഉപനേതാവിൻ്റെ പദവി തരുത്തില്ലെങ്കിൽ ഇനി LDFിൻ്റെ സംയുക്ത നിയമസഭാ കക്ഷി ചേരണ്ട, ഞങ്ങൾക്ക് തന്നിട്ട് മതി. 2-ാം സ്ഥാനം അല്ലെങ്കിൽ നിയമസഭയിലെ 2-ാമത്തെ ഇരിപ്പിടം CPIക്ക് അനുവദിച്ച് തന്നിട്ട് മതി ഇടതുപക്ഷ മുന്നണിയുടെ പാർലമെൻ്ററി പാർട്ടി ചേരുന്നത്. ഇനി ചേർന്നാലോ ഞങ്ങൾ പങ്കെടുക്കത്തില്ല. അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. ഇത് പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് ബിനോയ് വിശ്വമാണ്. ഇന്നിപ്പോൾ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു വിപ്ലവകാരിയാണ് പറയുന്നത് CPIക്ക്, എൻ്റെ പാർട്ടിക്ക് ഈ 2-ാം സ്ഥാനം ലഭിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇനി LDFിൻ്റെ സംയുക്ത നിയമസഭാ കക്ഷിയിൽ പങ്കെടുക്കത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നാം. ശരി, ഇപ്പോൾ CPI അങ്ങോട്ട് ചേർന്നില്ലെങ്കിൽ, ആ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്? സംഭവിക്കും. സംശയം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. 35 അംഗങ്ങൾ മാത്രമുള്ള ഒരു സംയുക്ത നിയമസഭാ കക്ഷി, അതിൽ 8 അംഗങ്ങളുള്ള CPI പങ്കെടുക്കുന്നില്ലെങ്കിൽ പിന്നെ ആ യോഗം ചേർന്നിട്ട് എന്താ കാര്യം? എത്ര ദുർബലമായി പോകും ആ യോഗം. ആ ഒരു ദൗർബല്യത്തിൽ CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ആ ദൗർബല്യത്തിലാണ് നമ്മുടെ CPI കയറി പിടിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രതിപക്ഷ ഉപനേതൃത്വ സ്ഥാനമല്ല യഥാർത്ഥ കാരണം. ഞങ്ങൾക്ക് ഇടതു മുന്നണിയിലെ 2-ാം സ്ഥാനം ലഭിക്കണം. അതിന് ഞങ്ങൾ സർവ്വതാ യോഗ്യരാണ്. അതിപ്പോൾ നിയമസഭയിലെ ഇരിപ്പിടത്തിലാണെങ്കിലും ഇനി LDF യോഗം ചേരുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടേണ്ട 2-ാമത്തെ സ്ഥാനം കിട്ടിയിരിക്കണം. കുറച്ചു കാലം മുമ്പ് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് LDFിലേക്ക് വരാൻ ആലോചിച്ചപ്പോൾ പിന്നീട് അവർ വന്നു. അന്ന് ആലോചിക്കുന്ന കാലത്ത് CPIക്ക് ഒരു എതിർപ്പായിരുന്നു. ഇനി അവരെങ്ങാനും വന്ന് 2-ാം സ്ഥാനം തട്ടിക്കൊണ്ടു പോകുമോ? അതായിരുന്നു പേടി. അവർ കേരള രാഷ്ട്രീയ ഭൂമുഖത്ത് നിന്ന് തന്നെ ഏതാണ്ട് അപ്രത്യക്ഷരായിപ്പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായി, ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല. അതുകൊണ്ട് ആ കേരള കോൺഗ്രസ് പേടി ഇപ്പോഴില്ല. പക്ഷേ എന്താണെങ്കിലും ഞങ്ങൾക്ക് ആ 2-ാം സ്ഥാനം കിട്ടിയേ പറ്റൂ. 1964 ഈ പാർട്ടി പിളരുമ്പോൾ, CPI അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഞമ്മൻ്റെ പാർട്ടി ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാ. CPMകാർ പോലും ഏതാണ്ട് അങ്ങനെ വിചാരിച്ചതാ. CPI ആണ് വലിയ പാർട്ടി. കാരണം നേതാക്കന്മാർ, തലമുതിർന്ന അല്ലെങ്കിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ മുഴുവൻ CPIയിലാണ്. പിന്നെ അണികളും അവിടെ ആയിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷേ 1965 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, അതായത് പിളർപ്പിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്,
അപ്പോഴാണ് കള്ളി വെളിച്ചത്തായത്. അന്ന് 79 സീറ്റിൽ CPI, അന്ന് പിളർന്നുണ്ടായ പാർട്ടി CPI മത്സരിച്ചു. CPM 73 സീറ്റിൽ മാത്രമേ സ്ഥാനാർത്ഥികളെ നിർത്തിയുള്ളൂ. പക്ഷേ മത്സരഫലം വന്നപ്പോൾ എന്താ? CPMന് 40 സീറ്റ്, CPIക്കോ 3 സീറ്റ്. നമ്മളാ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും പറഞ്ഞ് നടന്നതാ. പക്ഷെ കിട്ടിയത് 3 സീറ്റ്. അതിനുശേഷം ഇപ്പോൾ ഇവർ ഈ രണ്ടാമത്തെ വലിയ കക്ഷി എന്നൊക്കെ പറയുന്നത് പിൽക്കാലത്ത് 1967 CPMൻ്റെയും പിന്നീട് കോൺഗ്രസിൻ്റെയും അതിനുശേഷം വീണ്ടും CPMൻ്റെയും ചുമലിൽ കയറി ഇരുന്നു കൊണ്ട് സമ്പാദിച്ചതാണ്. അങ്ങനെ കിട്ടിയ സീറ്റുകളുടെ ബലത്തിലാണ് നമ്മളാണ് ഈ രണ്ടാമത്തെ കക്ഷി എന്ന് പറഞ്ഞു നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇല്ലാത്ത ഒരു ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയാണ് ഈ CPI മത്സരിക്കുന്നത് അല്ലെങ്കിൽ മല്ലടിക്കുന്നത്. നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിലോ അല്ലെങ്കിൽ കീഴ്വഴക്കങ്ങളിലോ അങ്ങനെ ഒരു പദവി ഇല്ല. പ്രതിപക്ഷത്തിന് ഒരു ഉപനേതൃസ്ഥാനം ഇല്ല. ഇതിങ്ങനെ കാലാന്തരത്തിൽ സംഭവിച്ചു പോയ ഒരു കീഴ്വഴക്കം എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സംഭവം എന്ന് മാത്രം ഇതിനെ കരുതിയാൽ മതി. അതായത് കാർത്തികേയൻ സ്പീക്കറായിരിക്കുന്ന കാലത്ത് VS അച്യുതാനന്ദനാണ് പ്രതിപക്ഷ നേതാവ്. കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ഉപനേതാവ്, ഡെപ്യൂട്ടി ലീഡർ. അങ്ങനെ ഇരിക്കുമ്പോഴേ സ്പീക്കറുടെ ഓഫീസിന് പലപ്പോഴും പ്രതിപക്ഷ നേതാവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. പക്ഷേ VS അച്യുതാനന്ദൻ്റെ അടുത്ത് വേണ്ടത്ര ആക്സസ് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ കോടിയേരി ബാലകൃഷ്ണനുമായിട്ടാണ് കാർത്തികേയൻ സ്പീക്കർ അല്ലെങ്കിൽ ഭരണപക്ഷമൊക്കെ ആശയവിനിമയം നടത്തിയിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ സ്പീക്കർ കാർത്തികേയൻ നിയമസഭയിൽ ഒരു വാക്ക് പറഞ്ഞു. അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. അങ്ങനൊരു വാക്ക് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞതിൻ്റെ ബലത്തിലാണ് ഇങ്ങനെ ഒരു പദവി ഉണ്ടെന്ന് പലരും അഭിമാനിക്കുകയും ആ കസേരയിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്തത്. അതിനെ തുടർന്ന് കാർത്തികേയൻ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ഒരു ഓഫീസ്, ഒരു മുറി അവിടെ അനുവദിച്ചു കൊടുത്തു. പിന്നീട് കഴിഞ്ഞ 2 തവണയും UDF പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ ഒരു സ്ഥാനം, ഈ ഇല്ലാത്ത പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം മുസ്ലിം ലീഗിനാണ് കൊടുത്തത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് അവിടെ ഒരു മുറി കിട്ടി. അങ്ങനെ പേരിനൊരു പറച്ചിലും ഇരിക്കാനൊരു മുറിയുമല്ലാതെ ഈ പദവി സംബന്ധിച്ച് യാതൊരു തെളിവോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ എന്തെങ്കിലും ഒരു ഉറപ്പോ നമ്മുടെ നിയമസഭാ ചട്ടങ്ങളിലോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇല്ലാത്ത ഒരു സീറ്റിന് വേണ്ടിയാണ്, അതായത് മുൻ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഇപ്പോൾ ഇരിക്കുന്ന ആ ഇരിപ്പിടത്തിന് വേണ്ടിയാണ് CPIക്കാർ K. രാജനെ മുമ്പിൽ നിർത്തി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ CPI അത്യാവശ്യം തലവേദനകൾ CPMന്, അതായത് ഭരണമുന്നണിയിലെ പ്രധാന കക്ഷിക്കുണ്ടാക്കിയിരുന്നതാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറയുന്ന ഭീഷണിയുണ്ടല്ലോ, ഇത് ഇവിടെ ഒരു സ്ഥിരം പതിവാണ്. CPIക്കാർ കാലാകാലങ്ങളായിട്ട് പയറ്റി വിജയിച്ച ഒരു തന്ത്രമായത്. 1967 CPMും CPIയും തമ്മിൽ പല വിഷയങ്ങളിൽ തർക്കമുണ്ടായപ്പോൾ CPIയുടെ നേതൃത്വത്തിൽ ഒരു കുറുമുന്നണി തന്നെ ഭരണമുന്നണിക്കുള്ളിൽ രൂപപ്പെട്ട സമയത്ത് അന്ന് മന്ത്രിസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ട് CPIയുടെ പ്രതിനിധികൾ. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, സമ്മർദ്ദതന്ത്രം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പോലും മന്ത്രിസഭയിൽ പങ്കെടുക്കില്ല എന്നൊരു ഭീഷണി അവർ മുഴക്കിയിട്ടുണ്ട്. ഈ PM ശ്രീ പദ്ധതി സംബന്ധിച്ച് തർക്കം ഉണ്ടായപ്പോഴും ഇതേ അടവാണ് CPI സ്വീകരിച്ചത്. അത് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് അവർ പയറ്റുന്നത്. ഞങ്ങൾക്ക് ഈ ഉപനേതൃസ്ഥാനം തരുന്നില്ലെങ്കിൽ സംയുക്ത പാർലമെൻ്ററി പാർട്ടി ഞങ്ങളെ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള ഈ തന്ത്രം, ഈ കുത്തിത്തിരിപ്പുകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ SNDP യോഗം ജനറൽ സെക്രട്ടറി കാണിച്ചൂളങ്ങരയിലുള്ള ഗുരുദേവൻ വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥം വാരികയുടെ ഏറ്റവും പുതിയ ലക്കത്തിൽ CPIയുടെ മുഖം മൂടി അഴിച്ചു കാണിച്ചിരിക്കുന്നത്. യോഗനാഥം എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ഔദ്യോഗിക മുഖപത്രമാണ്. ഇത് 1904 മഹാകവി കുമാരനാശാൻ ആരംഭിച്ച വിവേകോദയം മാസികയുടെ തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ചു പോരുന്നതാണ്. യോഗത്തിൻ്റെ മുഖപത്രമാണെങ്കിൽ ഇപ്പോഴത് പ്രവർത്തിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ മുഖപത്രമായിട്ടാണ്. അതിൽ അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ LDF എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിജ്ഞാനപ്രദമായ, അതുപോലെ തന്നെ വളരെ അനാലിറ്റിക്കലായിട്ടുള്ള ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള എല്ലാവരും അത് വായിച്ചിരിക്കേണ്ട ഒന്നാണ്. ആ പ്രസിദ്ധീകരണത്തിൻ്റെ മുഖപ്രസംഗമാണെന്നാണ് വയ്പ്.
ഈ യോഗനാഥം അല്ലറ ചില്ലറ കോപ്പിയൊക്കെ വിൽക്കുന്നുള്ളൂവെങ്കിലും കേരളകൗമുദി പത്രം അത് പുനഃപ്രസിദ്ധീകരിച്ച് അത്യാവശ്യം പ്രചാരം അതിന് കൊടുത്തിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് CPM-ൻ്റെ നേതൃത്വത്തിലുള്ള LDF പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് സമ്മതിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദി ഒരു കാരണവശാലും നമ്മുടെ പിണറായി വിജയൻ അല്ല. പരാജയത്തിൻ്റെ കാരണങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. അദ്ദേഹത്തിന് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാവരും കൂടെ ഈ പരാജയത്തിന് കാരണഭൂതരായ ആളുകളെല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഈ വളരെ നിഷ്കളങ്കനായ പിണറായിയുടെ പുറത്ത് ചാർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ചുമലിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് വെള്ളാപ്പള്ളി നടേശഗുരുവിൻ്റെ യോഗനാഥ മുഖപ്രസംഗത്തിൻ്റെ കേന്ദ്ര ബിന്ദു. അതിൽ അദ്ദേഹം CPIക്കിട്ട് ഭേഷേ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് ഈ കഴിഞ്ഞ 5 വർഷം, ആദ്യത്തെ 5 വർഷം അദ്ദേഹം വേണ്ട പോലെ പരാമർശിക്കുന്നില്ല. രണ്ടാമത്തെ 5 വർഷം അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം സംഭവിച്ചത്. അന്ന് CPI സൃഷ്ടിച്ച ചില പ്രശ്നങ്ങൾ മുന്നണിയുടെ ശോഭ വല്ലാതെ കെടുത്തിയിട്ടുണ്ട്. അവർ കൈകാര്യം ചെയ്ത വകുപ്പുകളൊക്കെ വളരെ മോശമായിരുന്നു. അതൊക്കെ വൻ പരാജയമായിരുന്നു. പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ്, അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പ്, ഇത് 2 എണ്ണം ഇത് തീർത്തും പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? CPM-ൻ്റെ മന്ത്രിമാർ കൈകാര്യം ചെയ്ത വകുപ്പുകൾ, നമ്മുടെ ധനവകുപ്പ് ഉൾപ്പെടെ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ ധനവകുപ്പിലെ ഖജനാവ് അങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നല്ലോ. അങ്ങനെയുള്ള ധനവകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും വളരെ മനോഹരമായിട്ട്, വളരെ തൃപ്തികരമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ഈ 2 വകുപ്പുകൾ, സിവിൽ സപ്ലൈസ്, റവന്യൂ വകുപ്പ്, സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം വലിയ പേരുദോഷമൊന്നും കേൾപ്പിക്കാത്ത 2 വകുപ്പുകളാണ് CPIയുടെ മന്ത്രിമാരാതെ ഭരിച്ചിരുന്നത്. ഇത് രണ്ടും വലിയ പരാജയമായിരുന്നു എന്നാണ്. ഈ വകുപ്പുകളിലൊക്കെ കയറി കൂടിയ നവ കമ്മ്യൂണിസ്റ്റുകൾ ആ വകുപ്പുകളിൽ അഴിമതി വാഴ്ച നടത്തുകയായിരുന്നു എന്നാണ് രാഷ്ട്രീയ വിശകലന വിശാരദനായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നത്. വേറെയും ധാരാളം കാരണങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ CPI ഉണ്ടാക്കിയ കൊസ്രാക്കൊള്ളികളാണ്, കുത്തിത്തിരിപ്പുകളാണ്. രണ്ടാമതും ഭരണം കിട്ടിയപ്പോൾ CPM-ൻ്റെയൊക്കെ പല നേതാക്കൾ, ഒരു നല്ല വിഭാഗം നേതാക്കൾ അധികാര ലഹരിയിൽ ആയിപ്പോയി. അവർ ജനങ്ങളെ മറന്നു, ജനകീയ പ്രശ്നങ്ങളെ മറന്നു. അതിലൊന്നും സൃഷ്ടിക്കാതെ അധികാര ലഹരി നുകരുന്ന ഈ തിരക്കിനിടയിൽ മേൽത്തട്ട് മുതൽ താഴെ തട്ട് വരെ വലിയ തോതിൽ തെറ്റായ പല കാര്യങ്ങളും അരങ്ങേറി. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണമായി മാറി. അതായത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെ ഇത്തരത്തിലുള്ള കൊള്ളരായ്മകൾ അരങ്ങേറിയെന്ന്. അപ്പോൾ ഇതിലൊന്നും നമ്മുടെ പിണറായി വിജയന് യാതൊരു പങ്കുമില്ല. പാർട്ടിയുടെ മേലെ തട്ട് മുതലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊന്നും പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെയില്ല. പിന്നെ ജനപ്രിയരല്ലാത്ത ധാരാളം സ്ഥാനാർത്ഥികൾ വന്നു. അത് LDFൻ്റെ പരാജയത്തിന് ഒരു കാരണമായി മാറി. അതുപോലെ തന്നെ ഈ ഭരണത്തിൽ സ്വാധീനം ഉറപ്പിച്ച പുത്തൻകൂറ്റ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ ലാഭേച്ഛ, അവരുടെ തമ്പ്രാൻ മനോഭാവം, ഇതൊക്കെ LDFനെ ബാധിച്ചു. ഈ CPIയുടെ വകുപ്പുകളുടെ ഭരണത്തെ പറ്റിയൊക്കെ പറയുമ്പോഴും ഈ നവ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നുണ്ട്. പിന്നീട് പൊതുവെ പറയുമ്പോഴും ഈ പുത്തൻകൂറ്റ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അടുത്ത വാചകങ്ങളിൽ ഇത് അല്പമൊക്കെ വിശദീകരിക്കപ്പെടുന്നുമുണ്ട്. വിദ്യാർത്ഥി നേതാക്കൾ മുതൽ ബ്രാഞ്ച്, ലോക്കൽ ഏരിയ കമ്മിറ്റി നേതാക്കൾ, ഇവർക്കെല്ലാവർക്കും അധികാരക്കൊതിയും സാമ്പത്തിക നേട്ടത്തെക്കുറിച്ചുള്ള ചിന്തയുമായിരുന്നു. ഇവരുടെ ഭാഷ, ഇവരുടെ പെരുമാറ്റം അങ്ങേയറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു. അവരൊക്കെ ജനങ്ങളിൽ നിന്ന് വല്ലാതെ അങ്ങ് അകന്നുപോയി. സാധാരണക്കാരായ ഏതൊരാൾക്കും കയറി ചെല്ലാമായിരുന്ന പാർട്ടി ഓഫീസുകൾ ദല്ലാളന്മാരുടെയും ഇടനിലക്കാരുടെയും അധികാര കച്ചവടക്കാരുടെയും കേന്ദ്രമായിട്ട് മാറി. അധികാര ലഹരിയിൽ പാർട്ടി നേതാക്കൾ ജനങ്ങളിൽ നിന്ന് വളരെ വളരെ അകന്നുപോയി. ഇതൊന്നും പോരാഞ്ഞ് പാർട്ടിയുടെ വോട്ട് ബാങ്കുകളായ സമുദായങ്ങളെ മറന്നുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാൻ പോയി. പിന്നീട് നടേശൻ മുതലാളി വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ്റെ ഓഫീസിന് നേരെയാണ്. അവിടെ P. ശശിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകളാണ് ഈ ഓഫീസ് നിയന്ത്രിച്ചിരുന്നത്. അവരൊക്കെ ഒരു ഉപജാപക വൃന്ദമായിട്ടാണ് പ്രവർത്തിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി അറിയാതെ
ഇവർ പല പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയെന്ന് നടേശൻ മുതലാളി പറയുന്നുണ്ട്. അതായത് ഈ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ചാണ് എന്ന് അത് വായിച്ചു വരുമ്പോൾ മനസ്സിലാകും. അതോ ഇനി പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ഈ സെക്രട്ടറിയും കേരളത്തിലെ വിഴുങ്ങുന്ന പലിശ രാജാക്കന്മാരിൽ ഒരാളും കൂടെ ചേർന്ന് എല്ലാം കുട്ടിച്ചോറാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പലിശ രാജാവ് എന്ന് പറഞ്ഞാൽ ആരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. പഴശ്ശിരാജ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിന് പഴശ്ശിരാജ എന്നല്ല പലിശ രാജാവ് എന്നാണ് പേര് കൊടുക്കേണ്ടിയിരുന്നതെന്ന് അന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറ് പറഞ്ഞായിരുന്നു. അതൊന്ന് ഓർത്താൽ മതി. ഈ കേരളത്തെ വിഴുങ്ങുന്ന പലിശ രാജാക്കന്മാരിൽ പ്രമുഖൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിന്. ജില്ലാ സെക്രട്ടറി അയക്കുന്ന കത്തുകൾക്ക് പോലും പി ശശിയുടെ നേതൃത്വത്തിലുള്ള ഈ ആഫീസിൽ ഒരു കീറക്കടലാസിൻ്റെ വില പോലും കിട്ടിയിരുന്നില്ല. പാർട്ടിക്ക് അതീതമായ ദൂഷിത വലയങ്ങളാണ് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തിരുന്നത്. ഇതൊക്കെയാണ് സത്യമെന്നിരിക്കെ എല്ലാ കുറ്റങ്ങളും നമ്മുടെ പിണറായി വിജയൻ്റെ മേൽ കെട്ടിവയ്ക്കുന്നത് ഒട്ടും ശരിയല്ല, ഒട്ടും ന്യായമല്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞ പല കാരണങ്ങളും, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ ബ്രാഞ്ച്, ലോക്കൽ, ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർക്ക് വരെ ഉണ്ടായ മാറ്റങ്ങൾ, അവരുടെ അധികാരക്കൊതി, അവരുടെ സംഭാഷണത്തിലെ ധാർഷ്ട്യം അല്ലെങ്കിൽ അഹങ്കാരം, അല്ലെങ്കിൽ ജനങ്ങളോട് അടുപ്പമില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം, ഇതൊക്കെ LDFിൻ്റെ പരാജയത്തിന് കാരണമായ കാര്യങ്ങളാണ്. ഇതിലൊന്നും നമ്മുടെ പിണറായി വിജയന് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വിശ്വസിക്കുക? അദ്ദേഹം അറിയാതെ, പിണറായി വിജയൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ ആഫീസിൽ എന്തൊക്കെയോ നടന്നെന്ന്, ആരൊക്കെയോ അവിടുത്തെ പ്രവർത്തനങ്ങളെയൊക്കെ സ്വാധീനിച്ചെന്ന് നമുക്കെല്ലാവർക്കും പിണറായി വിജയനെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കാർക്കശ്യം, അദ്ദേഹം വിചാരിക്കുന്നതിനപ്പുറം ആ പാർട്ടിയിലോ അദ്ദേഹത്തിൻ്റെ ആഫീസിലോ അദ്ദേഹത്തിൻ്റെ ഭരണത്തിലോ ഒന്നും നടന്നിട്ടില്ല. ഒരു കാര്യം പോലും നടന്നിട്ടില്ല. അദ്ദേഹം ഒരു പ്രധാന കാരണമായിട്ട് പറയുന്ന ഈ ന്യൂനപക്ഷ പ്രീണനം, ആ നയത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അഹങ്കാരത്തോടെയും കാർക്കശ്യത്തോടും കൂടെയുള്ള പെരുമാറ്റം ആരുടേതായിരുന്നു? ധാർഷ്ട്യം കാട്ടിയത് ആരാണ്? ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ അദ്ദേഹം അറിയാതെ പലതും ഈ ആഫീസിൽ നടന്നു എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ എന്താണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉദ്ദേശിക്കുന്നത്? പിണറായി വിജയൻ വേറൊരു മണ്ടനായിരുന്നുവെന്ന് സ്ഥാപിക്കുകയാണോ? ഒരു മണ്ടനെ മുൻനിർത്തി മറ്റു ചില ആളുകൾ, CPI പോലുള്ളൊരു ഘടകകക്ഷി, പി ശശി പോലെയുള്ള ഒരാളിൻ്റെ നേതൃത്വത്തിലുള്ള ഓഫീസ്, ഇവരൊക്കെ എന്തൊക്കെയോ ചെയ്ത് ഈ LDFിനെ കുഴിയിലാക്കിയെന്നാണോ? പാർട്ടി മാറ്റി നിർത്തിയിരുന്ന പി ശശി എങ്ങനെ തിരിച്ചു വന്നുവെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ആരാ കൊണ്ടുവന്നത്? തിരികെ കൊണ്ടുവന്ന് ഈ താക്കോൽ സ്ഥാനത്ത് ഇരുത്തിയത് ആരാണ്? അത് CPIക്കാരല്ലല്ലോ, അത് CPMലെ മറ്റേതെങ്കിലും നേതാവല്ലല്ലോ, അത് MA ബേബി സഖാവോ MV ഗോവിന്ദൻ സഖാവോ അല്ലല്ലോ. MV ഗോവിന്ദൻ സഖാവിന് ചിലപ്പോൾ അതിലൊരു പങ്കുണ്ടാവും, ഈ കണ്ണൂർ ലോബിയുടെ കണക്ഷൻ. അതിനപ്പുറത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അവിടെ ആ സ്ഥാനത്ത് ഇരുത്തിയത് ആരാണെന്നേ? പക്ഷേ ഇതിലൊന്നും പിണറായി വിജയൻ യാതൊരു പങ്കുമില്ല എന്ന് പറയുമ്പോൾ പൊട്ടിച്ചിരിക്കാനല്ലാതെ എന്താണ് തോന്നുക? എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് സ്റ്റേറ്റ് കമ്മിറ്റിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏരിയ കമ്മിറ്റി വരെ പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാം. അവിടെയെല്ലാം വിരൽ ചൂണ്ടുന്നത് പിണറായി വിജയൻ്റെ നേർക്കാണ്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുടെ നേർക്കാണ്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ രീതികൾ, അദ്ദേഹം ഈ കേരളത്തോട് കാണിച്ച സമീപനം, ധിക്കാരം, ധാർഷ്ട്യം, അഹങ്കാരം, അഹന്ത, ഇതിൻ്റെയൊക്കെ നേർക്ക് ഓരോ അംഗങ്ങളും ഈ കമ്മിറ്റികളിൽ വിരലുയർത്തി സംസാരിക്കുക. അവിടെയൊക്കെ ഒപ്പം നടക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിനൊരു കാരണമാണ് എന്നുള്ളത്. അദ്ദേഹത്തിന് ഒരാവശ്യവുമില്ലാതെ അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളല്ലാതെ മറ്റൊരാളെ, അല്ലെങ്കിൽ ഗൺമാനല്ലാതെ മറ്റൊരാളെ കയറ്റാത്തൊരു കാർ അദ്ദേഹത്തിൻ്റെ 1ാം നമ്പർ സ്റ്റേറ്റ് കാർ. അതിൽ കയറ്റിക്കൊണ്ടുവന്നു ആരെ? വെള്ളാപ്പള്ളി നടേശനെ. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ, അതിൽ തന്നെ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിനെതിരെ മലീമസമായ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അദ്ദേഹം അതേ ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തെ CPM എൻഡോഴ്സ് ചെയ്ത, പിണറായി വിജയൻ അംഗീകരിച്ച, കൂടെ കൊണ്ടു നടന്ന അദ്ദേഹത്തിൻ്റെ സമീപനവും പരാജയത്തിന് കാരണമായി എന്ന്
പ്രവർത്തകർ എണ്ണി പറയുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മിറ്റിയിൽ അംഗങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന വീഴ്ചകളിലും സംഭവിച്ച തെറ്റുകളിലും ഉത്തരവാദി എന്ന് പാർട്ടി ഏതാണ്ട് ഒന്നടങ്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു നേതാവിനെ സംരക്ഷിക്കുന്നതിനെ ഒപ്പം ആരോപണം നേരിടുന്ന ഒരു വ്യക്തി ഇന്നിപ്പോൾ ഒരു ലേഖനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ തോൽവിയുടെ ഉത്തരവാദിയായ പിണറായി വിജയനെ അവരുടെ സംസ്ഥാന സമിതിയോ ജില്ലാ കമ്മിറ്റികളോ ഏരിയ കമ്മിറ്റികളോ എന്തിന് പോളിറ്റ് ബ്യൂറോയോ പോലും ഇപ്പോൾ ന്യായീകരിക്കുന്നില്ല. പറഞ്ഞില്ലേ, അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് പോളിറ്റ് ബ്യൂറോയിൽ വോട്ടെടുപ്പ് വേണ്ടി വന്നു. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ അംഗങ്ങളും ബംഗാളിൽ നിന്നുള്ള ചില അംഗങ്ങളുമാണ് അദ്ദേഹത്തെ പിന്തുണച്ചത്. മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ അദ്ദേഹത്തെ പിന്താങ്ങാൻ തയ്യാറായില്ല. അദ്ദേഹം അല്ല പ്രതിപക്ഷ നേതാവ് ആവേണ്ടത് എന്ന ഉറച്ച നിലപാടിലായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വിരലുകൾ ഉയരുന്നത് പിണറായി വിജയൻ്റെ നേർക്കാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിനാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കീഴ്ഘടകങ്ങളുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പരാജയ കാരണങ്ങൾ അന്തിമമായി വിലയിരുത്താൻ സംസ്ഥാന സമിതി ചേരുമ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കൂടെ ആ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. കാരണം ഇതുപോലൊരു അനാലിസിസ് മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പരാജയ കാരണങ്ങളെല്ലാം 100% ശരിയാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഇതിലൊന്നും നമ്മുടെ പിണറായി വിജയൻ യാതൊരു പങ്കുമില്ല. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ല, നിഷ്കളങ്കനാണ്. അദ്ദേഹം ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ആ മട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ ന്യായീകരിക്കുന്നത്. കൂട്ടുകച്ചവടക്കാരനെ ന്യായീകരിക്കാതെ വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. പറ്റുമെങ്കിൽ അടുത്ത സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ ഈ അനാലിസിസ്, അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിശകലനം, ഇതൊന്നും CPM കമ്മിറ്റികൾ ചർച്ച ചെയ്യുന്ന പോലെ അല്ല കേട്ടോ. അദ്ദേഹത്തിൻ്റേതായ ഈ സ്വതസിദ്ധമായ ഈ അനാലിസിസ് ഒന്ന് കേൾക്കേണ്ടതാണ്. പറ്റുമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയന് പുതിയ എന്തെങ്കിലും പദവികൾ നൽകാനുണ്ടോ, MV ഗോവിന്ദനെ മാറ്റിയിട്ട് അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയാക്കാൻ എന്തെങ്കിലും വകുപ്പുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. C. കേശവൻ സാമൂഹ്യ നീതിക്കായി പോരാടിയ വിപ്ലവകാരി എന്ന കവർ ലേഖനം അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടൊപ്പം വന്ന യോഗനാഥത്തിൻ്റെ ഏറ്റവും പുതിയ ലക്കത്തിലാണ്. അതിൻ്റെ പത്രാധിപർ എന്ന നിലയിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ വിശകലനം കുറിച്ചത് എന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. C. കേശവൻ എവിടെ നിൽക്കുന്നു, വെള്ളാപ്പള്ളി നടേശൻ എവിടെ നിൽക്കുന്നു?